വെൽക്കം ബാക്ക് മൈ ഡിയർ സ്റ്റുഡൻസ്. പ്രീവിയസ് വീഡിയോയിൽ നമ്മൾ ട്രിഗണോമെട്രി എന്ന് പറയുന്ന സെക്ഷൻ്റെ ഇൻട്രൊഡക്ഷൻ ഡിസ്കസ് ചെയ്തു. ആംഗിൾസും സൈഡ്സുമായി റിലേറ്റ് ചെയ്യുന്ന 6 ഡിഫറെൻറ്റ് റേഷ്യോസിനെ കുറിച്ചും നമ്മൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്തു. അടുത്തതായിട്ട് ഇത് തമ്മിലുള്ള ചില റിലേഷൻഷിപ്സിനെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിനോടൊപ്പം തന്നെ വിവിധ ആംഗിൾസിലുള്ള ഈ ട്രിഗണോമെട്രിക് റേഷ്യോസിൻ്റെ ആൻസേഴ്സ് നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യുന്നു. ആദ്യമായി സൈൻ തീറ്റ കോസ് തീറ്റ നമ്മൾ കണ്ടുപിടിച്ചു. ഓക്കെ, ഇതിൻ്റെ അകത്തും കോമൺ ആയിട്ട് നമുക്ക് ഡിനോമിനേറ്റർ എ സി ഉണ്ട്. ആ കോമൺ ഡിനോമിനേറ്റർ ക്യാൻസൽ ചെയ്ത് കളയാൻ വേണ്ടി നമ്മൾ സൈൻ തീറ്റ ബൈ കോസ് തീറ്റ കാണുന്നു, വിച്ച് ഈസ് ആക്ച്വലി ഈക്വൽ ടു ബി സി ബൈ എ സി ഡിവൈഡഡ് ബൈ എ ബി ബൈ എ സി എന്ന് ക്ലിയർലി നമുക്ക് എ സി ക്യാൻസൽ ചെയ്ത് കളയാം. സോ വാട്ട് വി ആർ ഗോയിങ് ടു ഗെറ്റ് ഈസ് വി ആർ ഗോയിങ് ടു ഗെറ്റ് ബി സി ബൈ എ സി. ബി സി ബൈ എ സി is ബി സി ബൈ എ ബി, sorry, എ ബി is actually tan theta. Okay, so the first relation which we are going to discuss is tan theta is equal to sin theta by cos theta. And another thing is നമ്മൾ ഇതിൻ്റെ 1/tan തീറ്റയാണ് നമ്മൾ കോട്ട് തീറ്റ എന്ന് എടുത്തത്. tan theta is actually sin theta by cos theta. So 1/sin theta by cos theta is actually cot theta. Okay, so this should be equal to cos theta by sin theta. This is another relation. Cot theta നമുക്ക് cos theta by sin theta എന്ന് നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. ഇനി അടുത്തത് നമ്മൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്ന ഒരു റിലേഷൻ എന്നത് നമ്മൾ സാധാരണയായിട്ട് ഒബ്സർവ് ചെയ്തിട്ടുള്ളൊരു റിലേഷനാണ്. സോ മറ്റ് റിലേഷൻസ് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്കൊരു സിമ്പിൾ പ്രോപ്പർട്ടി ഒബ്സർവ് ചെയ്ത് നോക്കാം. കൺസിഡർ എ സർക്കിൾ, ഒരു യൂണിറ്റ് സർക്കിൾ, റേഡിയസ് 1 ആയിട്ടുള്ളൊരു സർക്കിളാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എന്ന് സങ്കല്പിക്കാം. ഓക്കെ, അതിൻ്റെ സെൻറ്ററാണ് 0 0. സോ ദിസ് ഈസ് ദ സർക്കിൾ. ഓക്കെ, ഈ സർക്കിളിൻ്റെ ഏതൊരു പോയിൻറ്റിനെയും നമുക്ക് ആർ കോസ് തീറ്റ ആർ സൈൻ തീറ്റ എന്ന് എഴുതാം. ആർ ഈസ് ദ റേഡിയസ്. സോ ദിസ് ഈസ് ആക്ച്വലി ആർ കോസ്, ഇവിടെ റേഡിയസ് 1 ആയതുകൊണ്ട് ദിസ് ഈസ് ആർ കോസ് തീറ്റ എന്ന് വെച്ചാൽ 1 ഇൻറ്റു കോസ് തീറ്റ കോസ് തീറ്റ, ദിസ് ഈസ് 1 ഇൻറ്റു സൈൻ തീറ്റ സൈൻ തീറ്റ. അതായത് ഇതിൻ്റെ എക്സ് കോർഡിനേറ്റ് എന്ന് പറയുന്നത് ഈ ഡിസ്റ്റൻസ് ആണ്. ഈ ഡിസ്റ്റൻസ് ഈസ് ആക്ച്വലി കോസ് തീറ്റ. വൈ കോർഡിനേറ്റ് എന്ന് പറയുന്നത് ഈ ഡിസ്റ്റൻസ് ആണ്, വിച്ച് ഈസ് ആക്ച്വലി സൈൻ തീറ്റ. ഓക്കെ, ദിസ് ഈസ് ദ ഒബ്സർവേഷൻസ് വിച്ച് വി നോ. ഇനി നമ്മളൊരു സർക്കിളിൻ്റെ ഇക്വേഷൻ ഈസ് ആക്ച്വലി എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു ആർ സ്ക്വയർ. ഹിയർ ആർ ഈസ് ഈക്വൽ ടു 1, ദിസ് ഈസ് 1 സ്ക്വയർ. സോ ഇവിടെ എക്സ് ഈസ് ഈക്വൽ ടു കോസ് തീറ്റയാണ്, വൈ ഈസ് ഈക്വൽ ടു സൈൻ തീറ്റയാണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ വി ഗെറ്റ് കോസ് തീറ്റ ദ ഹോൾ സ്ക്വയർ പ്ലസ് സൈൻ തീറ്റ ദ ഹോൾ സ്ക്വയർ is equal to 1. That is cos square theta plus sin square theta is equal to 1. This is the another observation. ഇത് നമുക്ക് സർക്കിളിൽ നിന്ന് കിട്ടുന്നതാണെന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും കോസ് സ്ക്വയർ തീറ്റയും സൈൻ സ്ക്വയർ തീറ്റയും ആഡ് ചെയ്തപ്പോൾ നമുക്ക് 1 എന്നാണ് എപ്പോഴും നമുക്ക് ഒബ്സർവേഷൻ വെച്ച് നമുക്ക് കിട്ടിയത്. അതിൽ നിന്നും പറയാം. ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 1. ഇനി ത്രൂ ഔട്ട് ഇതിനെ നമ്മൾ കോസ് സ്ക്വയർ തീറ്റ കൊണ്ട് ഡിവൈഡ് ചെയ്തു എന്ന് സങ്കല്പിക്കുക. So 1 implies dividing throughout by cos square theta, that is cos square theta by cos square theta plus sin square theta by cos square theta, which is equal to 1 by cos square theta. Cos square theta by cos square theta is 1. Sin theta by cos theta is tan theta. അതിൻ്റെ സ്ക്വയർ എടുക്കുമ്പോൾ tan square theta എന്ന് വരും. This is 1 by cos theta is sec theta, 1 by cos square theta is sec square theta. Okay, so ഈ tan square അപ്പുറത്തോട്ട് കൊണ്ടുപോകുമ്പോൾ we get sec square theta minus tan square theta is equal to 1 എന്ന് കിട്ടും. This is the second observation or second relation which we can say.
Another third observation which we are going to discuss is actually നമ്മൾ ആദ്യം കോസ് സ്ക്വയർ തീറ്റ കൊണ്ടാണ് ഡിവൈഡ് ചെയ്തത്. അടുത്തതായിട്ട് നമ്മൾ സൈൻ സ്ക്വയർ തീറ്റ കൊണ്ട് ത്രൂ ഔട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഇക്വേഷൻ 1 ഡിവൈഡിങ് ത്രൂ ഔട്ട് ബൈ സൈൻ സ്ക്വയർ തീറ്റ, ദാറ്റ് ഈസ് കോസ് സ്ക്വയർ തീറ്റ ബൈ സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ ബൈ സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് ഈക്വൽ ടു 1 by sin square theta. This is cos square theta by sin square theta. Cos theta by sin theta is cot theta. This is cot square theta. Plus sin square theta by sin square theta is 1, which is equal to 1 by sin theta is cosec theta. This is actually cosec square theta. ഇത് അപ്പുറത്തോട്ട് കൊണ്ടുപോകുമ്പോൾ ഈ cot square theta, this equation becomes cosec square theta minus cot square theta should be equal to 1. So this is the third relation which is essential to our study. So these are the fundamental results relating to trigonometric. And also we can use some other relations. നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്ന ചില റിലേഷൻസ് കൂടെ പറയുന്നു. റിലേഷൻസ് ആർ അഡീഷൻ റിലേഷൻസ്. That is sin A plus B is actually sin A cos B plus cos A sin B. We can prove this using circle. I think I won't do it. ഇതാണ് സൈൻ എ പ്ലസ് ബിയുടെ റിലേഷൻ. രണ്ട് ആംഗിളിൻ്റെ സമ്മിലുള്ള സൈൻ്റെ ആൻസർ ഓരോ ആംഗിളിൻ്റെ സൈൻ്റെയും കോസിൻ്റെ ആൻസർ വെച്ച് നമുക്ക് എഴുതാൻ പറ്റും. ഇനി എ പ്ലസിന് പകരം മൈനസ് ആണെങ്കിൽ ദ ഓൺലി ഡിഫറൻസ് ഈസ് ദാറ്റ് ഹിയർ ഇറ്റ് ബിക്കംസ് മൈനസ്. ദാറ്റ് ഈസ് സൈൻ എ മൈനസ് ബി ഈസ് ആക്ച്വലി സൈൻ എ കോസ് ബി മൈനസ് കോസ് എ സൈൻ ബി. നെക്സ്റ്റ് ഈസ് സിമിലർലി നമുക്ക് കോസിൻ്റെ കാര്യത്തിലും ഇതുപോലെ എഴുതാം. കോസ് എ പ്ലസ് ബി ഈസ് ആക്ച്വലി കോസ് എ കോസ് ബി മൈനസ് സൈൻ എ സൈൻ ബി എന്നെഴുതാം. ഇനി മൈനസ് ആണെങ്കിൽ ഇവിടെ മൈനസ് വരികയാണെങ്കിൽ ഹിയർ ഇറ്റ് ബിക്കംസ് പ്ലസ്. ദാറ്റ്സ് ദ ഓൺലി ഡിഫറൻസ്. കോസ് എ മൈനസ് ബി ഇസ് ആക്ച്വലി കോസ് എ കോസ് ബി പ്ലസ് സൈൻ എ സൈൻ ബി. സിമിലർലി നമുക്ക് ടാൻ്റെ കേസിലും നമുക്ക് റിലേഷൻ പറയാം. ടാൻ എ പ്ലസ് ബി ഇസ് ആക്ച്വലി tan A plus tan B divided by 1 minus tan A tan B. tan A minus B ആണ് നമുക്ക് കൺസിഡർ ചെയ്യേണ്ടതെങ്കിൽ ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇവിടെ മൈനസ് ആക്കുക, ഇവിടെ പ്ലസ് ആക്കുക. അതായത് tan A minus B is actually tan A minus tan B divided by 1 plus tan A tan B. ഇനി നമുക്ക് ഇവിടെ എയും ബിയും സെയിം ആണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് റിലേഷൻ്റെ അകത്ത് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ സൈൻ എ പ്ലസ് എ അഥവാ സൈൻ ടു എ എന്ത് കിട്ടുമെന്ന് കണ്ടുപിടിക്കാം. ദിസ് ഈസ് സൈൻ എ കോസ് എ പ്ലസ് കോസ് എ സൈൻ എ. അതായത് രണ്ട് തവണ സൈൻ എയും കോസ് എയും വരും, വിച്ച് ഈസ് 2 സൈൻ എ കോസ് എ എന്ന് കിട്ടും. ഓക്കെ. അതുപോലെ തന്നെ ഈ റിലേഷൻ്റെ അകത്ത് പ്ലസിൻ്റെ റിലേഷൻ്റെ അകത്ത് ബിയുടെ സ്ഥാനത്ത് എ ആകുകയാണെങ്കിൽ വി ഗെറ്റ് കോസ് എ പ്ലസ് എ ഓർ കോസ് ടു എ, വിച്ച് ഈസ് കോസ് എ കോസ് എ. കോസ് എ ഇൻറ്റു കോസ് എ ഈസ് ആക്ച്വലി കോസ് സ്ക്വയർ എ മൈനസ് സൈൻ എ ഇൻറ്റു സൈൻ എ ഈസ് ആക്ച്വലി സൈൻ സ്ക്വയർ എ എന്ന് നമുക്ക് കിട്ടും. നൗ we can rewrite this. നമുക്ക് cos square a plus sin square a is equal to 1 എന്ന റിലേഷൻ വെച്ചിട്ട് sin square a should be equal to 1 minus cos square a എന്നുള്ള റിലേഷൻ്റെ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണമെങ്കിൽ, സോ യൂസിങ് ദാറ്റ് റിലേഷൻ ദിസ് ബിക്കംസ് cos square a minus 1 minus cos square a. This is cos square a minus 1 പ്ലസ് കോസ് സ്ക്വയർ എന്ന് കിട്ടും. ദാറ്റ് ഈസ് 2 കോസ് സ്ക്വയർ എ മൈനസ് 1 എന്ന് കിട്ടും. സിമിലർലി
ഇവിടെ cos square a should be equal to 1 minus sin square a എന്നുള്ള റിലേഷനും വേണമെങ്കിൽ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ദിസ് ഇംപ്ലൈസ് 1 മൈനസ് sin square a minus sin square a, which is 1 minus 2 sin square a എന്ന് കിട്ടും. So these are the fundamental relationship which we need. ഇത് ട്രിഗണോമെട്രിക് ഐഡൻറ്റിറ്റീസ് യൂസ് ചെയ്ത് കണ്ടുപിടിക്കുന്ന ചില റിലേഷൻസ് ആണ്. Now we are moving on to some other relationship, especially for angles. ട്രിഗണോമെട്രിക് റേഷ്യോസിന് ചില ആംഗിൾസിലുള്ള വാല്യൂസ് ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. നമ്മൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത് 0 ഡിഗ്രിയിലുള്ള ആംഗിൾ, 30 ഡിഗ്രിയുള്ള ആംഗിൾ, 45 ഡിഗ്രിയുള്ള ആംഗിൾ, 60 ഡിഗ്രിയുള്ള ആംഗിൾ, 90 ഡിഗ്രിയുള്ള ആംഗിൾ. ഈ ആംഗിൾസിലുള്ള ട്രിഗണോമെട്രിക് റേഷ്യോസിൻ്റെ വാല്യൂ നമ്മൾ പ്രധാനമായിട്ടും പഠിച്ചിരിക്കേണ്ടത് അത്യാവശ്യമാണ്. കാരണം നമ്മൾ പലയിടത്ത് യൂസ് ചെയ്യുന്നതാണ് ഈ ആംഗിൾസ്. ആദ്യം സൈൻ്റെ വാല്യൂ എടുക്കുക. സൈൻ്റെ വാല്യൂ 0 ഡിഗ്രിയിൽ സൈൻ്റെ വാല്യൂ 0 ആണ്. 30 ഡിഗ്രിയിൽ സൈൻ്റെ വാല്യൂ 1/2 ആണ്. 45 ഡിഗ്രിയിൽ സൈൻ്റെ വാല്യൂ 1/√2 ആണ്. 60 ഡിഗ്രിയിൽ സൈൻ്റെ വാല്യൂ √3/2 ആണ്. 90 ഡിഗ്രിയിൽ സൈൻ്റെ വാല്യൂ 1 ആണ്. ദീസ് ആർ ദ വാല്യൂസ് ഓഫ് സൈൻ. ഇനി കോസിൻ്റെ വാല്യൂ, ഇതേ വാല്യൂ തന്നെ നമ്മൾ തലതിരിച്ച് റിവേഴ്സ് ഓർഡറിൽ എഴുതിയാൽ മതി. അതായത് സൈൻ്റെ 90യുടെ വാല്യൂ കോസിൻ്റെ 0 ആണ്. സൈൻ്റെ 60യുടെ വാല്യൂ കോസിൻ്റെ 30 ആണ്. സൈൻ 45ൻ്റെയും കോസ് 45ൻ്റെ വാല്യൂ സെയിം ആണ്. സൈൻ്റെ 30യുടെ വാല്യൂ കോസിൻ്റെ 60 ആണ്. സൈൻ്റെ 0യുടെ വാല്യൂ കോസിൻ്റെ 90 ആണ്. ലെറ്റ്സ് റൈറ്റ് ഇറ്റ്. സൈൻ 0യുടെ വാല്യൂ 1, സൈൻ കോസ് 0യുടെ വാല്യൂ 1, കോസ് 60യുടെ വാല്യൂ കോസ് 30യുടെ വാല്യൂ √3/2, കോസ് 45ൻ്റെ വാല്യൂ 1/√2, കോസ് 60യുടെ വാല്യൂ 1/2, കോസ് 90യുടെ വാല്യൂ 0. ദിസ് ഈസ് ദ ഈസിയസ്റ്റ് വേ ടു അണ്ടർസ്റ്റാൻഡ്. ഇനി ടാനിൻ്റെ വാല്യൂ കിട്ടുന്നത് എളുപ്പമാണ്. ഇത് രണ്ടും പഠിച്ചാൽ ടാനിൻ്റെ വാല്യൂ കിട്ടാൻ വേണ്ടി ഇതിൻ്റെ റേഷ്യോ എടുത്താൽ മതി. ഫസ്റ്റ് റേഷ്യോ ഈസ് 0/1. 0/1 ഈസ് ആക്ച്വലി 0. നെക്സ്റ്റ് ഈസ് ആക്ച്വലി 1/2/√3/2. 2ഉം 2ഉം ക്യാൻസൽ ആയി കളയുമ്പോൾ 1/2/√3/2. So the answer becomes 2ഉം 2ഉം ക്യാൻസൽ ആയി കളയുമ്പോൾ ആൻസർ becomes 1/√3 എന്ന് കിട്ടും. Here it is 1/√2 divided by 1/√2, which is 1. Next is √3/2 divided by 1/2. 2ഉം 2ഉം ക്യാൻസൽ ആയിപ്പോട്ട് √3/1 എന്ന് കിട്ടും, which is actually √3. Next is actually 1/0. 1/0യെ നോട്ട് ഡിഫൈൻഡ് എന്നും ചിലത് പറയാറുണ്ട്, ഇൻഫിനിറ്റി എന്നും ചില കേസുകളിൽ എഴുതാറുണ്ട്. Whatever you seems right. This is tan the value. Next is cosecന്റെ value, cosec theta. Cosec thetaയുടെ വാല്യൂ എഴുതാൻ വേണ്ടി വളരെ എളുപ്പമാണ്. You only have to find the reciprocal. അതായത് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും തിരിച്ച് എഴുതിയാൽ നമുക്ക് കൊസീക്കിൻ്റെ വാല്യൂ കിട്ടും. ഓക്കെ, സൈനിൻ്റെ കേസിലുള്ള വാല്യൂവിൻ്റെ റെസിപ്രോക്കൽ എഴുതിയാൽ മതി. സോ ദിസ് ഈസ് സൈൻ 0യുടെ വാല്യൂ 0/1. അതിൻ്റെ റെസിപ്രോക്കൽ 1/0. 1/0 ഈസ് ഐദർ നോട്ട് ഡിഫൈൻഡ് ഓർ യു ക്യാൻ സേ ഇറ്റ് ഈസ് ഇൻഫിനിറ്റി. whatever you seems right. Cosec 0യുടെ വാല്യൂ ഈസ് നോട്ട് ഡിഫൈൻഡ് എന്നോ ഇൻഫിനിറ്റി എന്നോ എഴുതാം. നെക്സ്റ്റ് ഈസ് ആക്ച്വലി cosec 30യുടെ വാല്യൂ. സൈൻ 30യുടെ റെസിപ്രോക്കൽ എഴുതിയാൽ മതി. അതായത് 2 ന്യൂമറേറ്ററിലും 1 ഡിനോമിനേറ്ററിലും പോകും. ആൻസർ ഈസ് 2. നെക്സ്റ്റ് ഈസ് cosec 45ൻ്റെ വാല്യൂ. ഇത് തിരിച്ചെഴുതിയാൽ മതി. √2/1, വിച്ച് ഈസ് √2. cosec 60യുടെ വാല്യൂ 2/√3 എന്ന് കിട്ടും. cosec 90യുടെ വാല്യൂ 1/1, വിച്ച് ഈസ് ആക്ച്വലി 1. നെക്സ്റ്റ് ഈസ് sec theta. sec thetaയുടെ വാല്യൂ cos thetaയുടെ വാല്യൂ നമ്മൾ എഴുതിയാൽ റെസിപ്രോക്കലായിട്ട് എഴുതിയാൽ മതി. സോ 1/1 ഈസ് ആക്ച്വലി 1. sec 30 ഈസ് ആക്ച്വലി 2/√3. This is actually √2. This is actually 2. This is actually infinity or not defined. Next is cot thetaയുടെ വാല്യൂ. cot thetaയുടെ വാല്യൂ is actually similar. tan thetaയുടെ വാല്യൂവിൻ്റെ റെസിപ്രോക്കൽ എഴുതിയാൽ മതി. സോ ദിസ് ഈസ് 0/1ൻ്റെ റെസിപ്രോക്കൽ 1/0, നോട്ട് ഡിഫൈൻഡ് ഓർ ഇൻഫിനിറ്റി. ഹിയർ ഇറ്റ് ഈസ് 1/√3യുടെ റെസിപ്രോക്കൽ √3. 1ൻ്റെ റെസിപ്രോക്കൽ 1.
റൂട്ട് 3യുടെ റെസിപ്രോക്കൽ 1/√3. ദിസ് ഈസ് ആക്ച്വലി ഇൻഫിനിറ്റിയുടെ റെസിപ്രോക്കൽ ഈസ് ആക്ച്വലി 1/∞ ഓർ 0. ദീസ് ആർ ദ വാല്യൂസ്. സോ അല്ലെങ്കിൽ ഇതേ വാല്യൂസിനെ റിവേഴ്സ് ഓർഡർ, ടാൻ തീറ്റയുടെ വാല്യൂസ് റിവേഴ്സ് ഓർഡറിൽ എഴുതിയാൽ മതി, നമുക്ക് കോട്ട് തീറ്റയുടെ വാല്യൂ കിട്ടും. ഇതാണ് നമ്മൾ പ്രധാനമായിട്ടും മനസ്സിലാക്കിയിരിക്കേണ്ട വാല്യൂസ്. ഇതുപോലെ തന്നെ നമുക്ക് 0 ഡിഗ്രി, സൈനിൻ്റെയും കോസിൻ്റെയും വാല്യൂ 0 ഡിഗ്രി, 90 ഡിഗ്രി, 180 ഡിഗ്രി, 270 ഡിഗ്രി, 360 ഡിഗ്രി ഇവയിലും എഴുതാം. സൈൻ തീറ്റയുടെ വാല്യൂ 0 ഡിഗ്രിയിൽ 0, 90 ഡിഗ്രിയിൽ 1, 180 ഡിഗ്രിയിൽ 0, 270 ഡിഗ്രിയിൽ -1, 360 ഡിഗ്രി 0. അതായത് ആദ്യം 0ൽ നിന്ന് 1ലേക്ക് കൂടി, പിന്നെ 0ലേക്ക് കുറഞ്ഞു, പിന്നെ -1ലേക്ക് കുറഞ്ഞു, പിന്നെ 0ലേക്ക് കൂടി. കോസിൻ്റെ വാല്യൂ ഇതുപോലെ തന്നെ നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. കോസ് 0 1 ആണ്, കോസ് 90 0 ആണ്, കോസ് 180 -1 ആണ്, കോസ് 270 0 ആണ്, കോസ് 360 1 ആണ്. ഈ രണ്ട് വാല്യൂവിൽ നിന്ന് ടാൻ്റെയും കൊസീക്കിൻ്റെയും സീക്കിൻ്റെയും കോട്ടിൻ്റെയും വാല്യൂ നിങ്ങൾക്ക് എഴുതാനായിട്ട് സാധിക്കും. സോ ദീസ് ആർ ദ ഫണ്ടമെൻ്റൽ വാല്യൂസ് വിച്ച് യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ് for solving various problems. ട്രിഗണോമെട്രി എന്ന സെക്ഷനിൽ നമ്മൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത് ഈ ആംഗിൾസ് വെച്ചിട്ടുള്ള സൈഡ്സിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കാനുള്ള പ്രോബ്ലംസ് ആണ്. അങ്ങനെയുള്ള ചില പ്രോബ്ലംസ് ആണ് നെക്സ്റ്റ് വീഡിയോസിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ദീസ് ആർ ദ ഫണ്ടമെൻ്റൽസ് വിച്ച് യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ബിഫോർ ഗെറ്റിംഗ് ഇൻ ടു പ്രോബ്ലംസ്. താങ്ക് യു.